Good morning, all. ഇന്ന് നമ്മളിവിടെ ഉള്ളത് തണൽ സീറോ വേസ്റ്റ് സീരീസ്, തണലിൻ്റെ സീറോ വേസ്റ്റ് സീരീസ് വെബിനാറിൽ രണ്ടാമത്തെ വെബിനാറാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും മാലിന്യത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, അതേപോലെ മാലിന്യം എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ മാലിന്യം കൈകാര്യം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു വളരെ അധികം ആളുകൾക്ക്. പക്ഷെ മാലിന്യം കൈകാര്യപ്പെടുന്ന ഒരു രീതിയുണ്ട്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വേസ്റ്റ് ടു എനർജി, അതായത് മാലിന്യത്തിൽ നിന്ന് ഊർജം ഉണ്ടാക്കുന്ന ഒരു രീതി. ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ ഒരു രീതി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, നടക്കുന്നുണ്ട്, ചിലത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വേസ്റ്റ് ടു എനർജി എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വേസ്റ്റ് ടു എനർജി എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തില് ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഇന്നിപ്പം കേരളത്തിൽ ഏകദേശം 8 വേസ്റ്റ് ടു എനർജി പ്ലാന്റുകളാണ് വരാൻ പോകുന്നത് എന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. അപ്പൊ ഈ വേസ്റ്റ് ടു എനർജി പ്ലാന്റുകളെ കുറിച്ച് നമ്മൾക്കൊന്നും അറിയില്ല. പക്ഷെ ഇത് എത്രത്തോളം വിജയകരമാണോ, എന്തൊക്കെ തരം മാലിന്യമാണ് വേസ്റ്റ് ടു എനർജി പ്ലാന്റുകളിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വേസ്റ്റ് ടു എനർജി പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറച്ച് വിഷയങ്ങളെ കുറിച്ച്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ തണൽ സീറോ വേസ്റ്റ് ടീമിലെ റിസർച്ച് ഓഫീസർ ആയിട്ടുള്ള അതുൽ വിനു ആണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. അതുൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് നാളായി അദ്ദേഹം അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്സും പേപ്പറുകളൊക്കെ വായിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളെ എല്ലാവരും വെൽക്കം ചെയ്യാണ്. വെൽക്കം യു ഓൾ ടു ദിസ് വെബിനാർ ഓൺ സീറോ വേസ്റ്റ് ടു എനർജി എന്നുള്ള വിഷയത്തെക്കുറിച്ച്. അപ്പോൾ അതുൽ, യു ക്യാൻ ഷെയർ യുവർ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പ്രസന്റേഷൻ ചെയ്തോളൂ. ഒരു അരമണിക്കൂറായിരിക്കും അതുലിൻ്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിലുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരവും കൂടി ഉണ്ട്. അപ്പോ താങ്ക് യു ഓൾ ആൻഡ് വെൽക്കം അതുൽ. അതുൽ, യു ക്യാൻ സ്റ്റാർട്ട്. ഹലോ, കേൾക്കാം അതുൽ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, സ്ക്രീനും കാണുന്നുണ്ട്. ഓക്കെ. ഹലോ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് ടു എനർജി എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ടു സ്റ്റാർട്ട് വിത്ത്, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വിഷയമാണ് വേസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന, നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാധനമാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. ബ്രോഡർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വേസ്റ്റ് പലതരത്തിലുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്ന വീടുകളിൽ നിന്നുണ്ടാകുന്ന മാലിന്യം, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുണ്ടാകുന്ന മാലിന്യം, കമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന മാലിന്യം, അങ്ങനെ തുടങ്ങി പലതും. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഡെമോളിഷൻ വേസ്റ്റ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉണ്ട്, ഹസാർഡസ് വേസ്റ്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. ഇപ്പോ അതിൽ നമ്മളിപ്പോ ഈ ഒരു വിഷയത്തിനായി ബന്ധപ്പെടുത്തുന്നത് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ആണ്. വേസ്റ്റ് ടു എനർജി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിനെ പലതരത്തിൽ ട്രീറ്റ് ചെയ്യാവുന്നതിൽ ഒരു വഴിയാണ് വേസ്റ്റ് ടു എനർജി പ്ലാന്റ്സ് വഴി ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോ ലോകത്തിലാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ദിവസം 2.2 ബില്യൺ ടൺസ് ഓഫ് വേസ്റ്റ് ആണ്, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ നോർത്ത് അമേരിക്ക, യൂറോപ്പ്, പിന്നെ സെൻട്രൽ ഏഷ്യ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇവര് ഈ മാലിന്യം ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ അമേരിക്കയിൽ നിന്ന് ഉണ്ടാകുന്ന മാലിന്യത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 30% ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് അമേരിക്കയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അമേരിക്കയിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പോപ്പുലേഷന്റെ 4% മാത്രമേ പോപ്പുലേഷൻ അവിടെ ഉള്ളൂ. എന്നിട്ടാണ് അവർ ഇത്രയധികം മാലിന്യം അവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്. ഈ മാലിന്യത്തിന്റെ അളവ് 2050 ആകുമ്പോഴേക്കും ഒരു 3.7 ബില്യൺ ടൺസിലേക്ക് ഉയരും എന്നാണ് അറിയുന്നത്. അപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഒരു ഡെക്കേഡായിട്ട് നമുക്ക് ആവശ്യം വരുന്ന ഒരു എനർജിയുടെ ഒരു കൺസംഷൻ റേറ്റ്, അല്ലെങ്കിൽ എനർജിയുടെ ഒരു ഡിമാൻഡ്, കൺസംഷൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഒരു ഡിമാൻഡിന്റെ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത് ഒരു 3.7% ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഇപ്പോഴത്തെ കറന്റ് സോഴ്സസ് ആയിട്ടുള്ള പലതും ഫോസൽ ഫ്യൂൽസും ഒക്കെ ഇപ്പൊ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ സമയത്താണ് പല രാജ്യങ്ങളും ഓൾട്ടർനേറ്റ് ആയിട്ട് എന്തൊക്കെ
ഇന്ധനം നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഉപയോഗിച്ച് നമുക്ക് എനർജി ഉണ്ടാക്കാം എന്ന് ഉള്ള ഒരു റിസർച്ച് നടന്നിട്ട് അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വേസ്റ്റ് ടു എനർജി കൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മുടെ ലോകത്തിലേക്ക് അവർ കൊണ്ടുവന്നത്. ഇപ്പോൾ വേസ്റ്റ് ടു എനർജി കൺസെപ്റ്റിൽ പറയുന്നത് 1930s ആ ഒരു സമയത്താണ് ഈ വേസ്റ്റ് ടു എനർജി കൺസെപ്റ്റ് നമ്മുടെ ലോകത്തിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് പറയുന്നത്. സോ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഞാൻ നമ്മുടെ ഇന്നത്തെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പ്രസന്റേഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. ഒന്ന് ഇതിന്റെ ഒരു ഹിസ്റ്ററി, പിന്നെ ഒരു ഇപ്പൊ പറഞ്ഞ പോലത്തെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ, പിന്നെ ഇൻസിനറേഷൻ അല്ലെങ്കിൽ വേസ്റ്റ് എനർജി പ്ലാന്റ്സ് വെച്ച് അതിന്റെ ഒരു ടാസ്ക് എന്താണ്, അതിന്റെ ഒരു എയിംസ് എന്തൊക്കെയാണ്, അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസ്, അതിലേക്ക് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഭയങ്കര എഞ്ചിനീയറിംഗും ഒക്കെ വരുന്നൊരു വിഷയമാണ്, അത് കാരണം ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. പിന്നെ അതിനുശേഷം വേസ്റ്റ് എനർജി പ്ലാന്റ്സ്, ലോകമെമ്പാടുമുള്ള കുറച്ച് വേസ്റ്റ് എനർജി പ്ലാന്റ്സ്, അവിടെ ഉണ്ടാകുന്ന പല സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അതുമായി അതിനുശേഷം പിന്നെ ഉണ്ടാകുന്ന ഈ വേസ്റ്റ് എനർജി പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഒരു എഫിഷ്യന്റ് റണ്ണിങ് ഓഫ് വേസ്റ്റ് എനർജി പ്ലാന്റിന് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, അതിന്റെ ഹെൽത്ത് ഇമ്പാക്ട്സ് എന്താണ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ ഇൻസിനറേഷൻ അല്ലെങ്കിൽ കത്തിക്ക എന്ന് പറയുന്ന ഒരു ടേം 1000 BC മുന്നേ ജെറുസലേമില് ഇപ്പൊ നമ്മുടെ ബൈബിളിൽ ഒരു റെഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റോമൻ എംപയറിൽ അവർ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ അവർ ഇൻസിനറേഷൻ ഒക്കെ യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ഫസ്റ്റ് ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി അവർ കൊണ്ടുവന്നത് 1874 നോട്ടിംഗ്ഹാം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിനെ ഡിസ്ട്രക്ടർ എന്നുള്ള പേരിലാണ് അന്ന് അതിനെ അറിയപ്പെട്ടിരുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് മാലിന്യം അവര് കംപ്ലീറ്റ് ഡിസ്ട്രക്ട് ചെയ്യാണ്, ഒന്നുമില്ലാതെ ആക്കുകയാണ്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഡിസ്ട്രക്ടർ എന്നുള്ള ടേം വെച്ച് അത് പറയാൻ തുടങ്ങിയത്. അതിനുശേഷം ഒരു ആർമി, US ആർമി 1885 ഗവർണേഴ്സ് ഐലൻഡ് ന്യൂയോർക്കില് ഒരു സിറ്റി ഹാർബറിൽ അവര് അവിടെ ഉണ്ടാവുന്ന മാലിന്യം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇൻസിനറേറ്റർ അവിടെ സ്ഥാപിച്ചു. അതിനുശേഷം ഒരു എൻറ്റയർ സിറ്റിക്ക് അല്ലെങ്കിൽ ഒരു എൻറ്റയർ ടൗണിന് വേണ്ടിയിട്ടുള്ള ഒരു മുനിസിപ്പൽ ഇൻസിനറേറ്റർ ഉണ്ടായത് 85 പെൻസിൽവേനിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനുശേഷം 30കളിലൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് ഇങ്ങനെ ഇൻസിനറേറ്റേഴ്സ്, കത്തിക്കാൻ മാത്രമായിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് വന്നുകൊണ്ടേയിരുന്നു. പിന്നെ അതിന്റെ ഒരു ബൂം കുറഞ്ഞത് ഒരു 60-70 കാലഘട്ടത്താണ്. ആ സമയത്താണ് ലാൻഡ് ഫിൽസ് ഒരുപാട് പ്രചാരത്തിൽ വന്നത്. ഇത്രയുമാണ് കത്തിക്കണ അല്ലെങ്കിൽ ഇൻസിനറേഷൻ എന്ന് പറയുന്ന കത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഹിസ്റ്ററി. ഇനി വേസ്റ്റ് ടു എനർജി പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു 1920s, early 20s, 30s ആ സമയത്ത് അറ്റ്ലാന്റ ഗ്യാസ് ലൈറ്റ് കമ്പനിക്കും ജോർജിയ പവർ കമ്പനിക്കും വേണ്ടിയിട്ട് അറ്റ്ലാന്റ സ്റ്റീം സെൽ ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഒരു കാലഘട്ടം വെച്ചിട്ടാണ് വേസ്റ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ പറ്റും എന്നറിയുന്നതും അതിന്റെ ഒരു സ്റ്റാർട്ട് തുടങ്ങിയതും. അതിനുശേഷം പിന്നെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പല യൂറോപ്യൻ കൺട്രീസും പല അമേരിക്കൻ കൺട്രീസും ഇതങ്ങനെ ഏറ്റെടുത്ത് വളരെ വലുതാക്കി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോ ഇൻട്രഡക്ഷനിൽ പറയുകയാണെങ്കിൽ 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതായത് വേസ്റ്റ് ടു എനർജിയിൽ 3 വാക്കുകൾ വരുന്നുണ്ട്, റൈറ്റ്? ഒന്ന് വേസ്റ്റ് ആണ്, ഒന്ന് ടു എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നുണ്ട്, പിന്നെ എനർജി എന്ന് പറയുന്ന വാക്കാണ്. ഇപ്പോ വേസ്റ്റ്, നമുക്ക് വേസ്റ്റിന് പല തരത്തിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഎഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ്, അതിന് വേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. റിസോഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോ ഈ ഒരു വേസ്റ്റ് എനർജി ആസ്പെക്റ്റില് വേസ്റ്റിനെ ഒരു റിസോഴ്സ് അല്ലെങ്കിൽ ഒരു ഇന്ധനമായിട്ടാണ് നമ്മൾ ഇതിൽ കണക്കാക്കുന്നത്. പിന്നെ ടു, അത് എങ്ങനെ മാറുന്നു, എനർജിയിലേക്ക് എങ്ങനെ മാറുന്നു, അതുമായി ബന്ധപ്പെട്ട ടെക്നോളജീസ്, ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്, പല തലത്തിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് സ്ലൈഡ് വരുന്നുണ്ട്. അടുത്തത് പറയാനുള്ള എനർജിയാണ്. നമുക്ക് അടിസ്ഥാനപരമായിട്ട് 3 തരത്തിലുള്ള എനർജിയാണ് ഈ വേസ്റ്റിൽ നിന്ന് വേസ്റ്റ് എനർജി പ്ലാന്റ്സ് വഴി ഉണ്ടാക്കുന്നത്. അതിലൊന്ന് ഇലക്ട്രിസിറ്റി ആണ്, ഒന്ന് സ്റ്റീം ആണ്, പിന്നെ ഒന്ന് ഹീറ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇത് പണ്ട് കാലഘട്ടം നമുക്ക് ഇത് ഒട്ടും പരിചിതമല്ലാത്തൊരു വിഷയമൊന്നുമല്ല. നമ്മുടെ നാട്ടിലും പണ്ട് കാലത്ത് ഗോബാർ ഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ചാണകത്തിൽ നിന്ന് ഗോബാർ ഗ്യാസ് ഉണ്ടാക്കിയിട്ട് ലൈറ്റ് കത്തിക്കാനും കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ പണ്ട് 50കളിലും 60കളിലൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ചാണകമായിരുന്നു അന്നത്തെ ആ സമയത്തുള്ള വേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാലത്തെ ഈ വേസ്റ്റ് എനർജി പ്ലാന്റ്സിന്റെ മെയിൻ എയിംസും അതിന്റെ ടാസ്ക്സും എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വോളിയം റിഡക്ഷൻ ആണ്. ഇപ്പോ ഓൾമോസ്റ്റ് 90% വോളിയം റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വേസ്റ്റ് എനർജി പ്ലാന്റ്സ് വഴി എന്നാണ് പറയുന്നത്.
പിന്നെ അതിന്റെ ലോങ് റണ്ണിൽ ഇതിന് ഒരുപാട് സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്സും പൊല്യൂഷൻ അതിന്റെ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റിച്ചാൽ അതിലുണ്ടാവുന്ന പൊല്യൂട്ടൻസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതേപോലെ എമിഷൻ, ഇതേപോലെ തന്നെ എമിഷൻസും കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എഫിഷ്യന്റ് യൂസ് ഓഫ് എനർജി കണ്ടന്റ് ഓഫ് ദി വേസ്റ്റ് വൈസ്, അതായത് എല്ലാ വസ്തുവിലും ഒരു എനർജി ഉൾക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഈ വേസ്റ്റ് എനർജി പ്ലാന്റ്സ് വഴി എഫിഷ്യന്റ് ആയിട്ട് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു എനർജിയും ഒന്നും പാഴ്വസ്തുവായിട്ട് പോകുന്നില്ല എന്നാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. അതേപോലെ തന്നെ ഇതിന്ന് വരുന്ന വേസ്റ്റുകൾ, വേസ്റ്റ് എനർജി പ്ലാന്റ്സും വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ബോട്ടം ആഷും ഫ്ലൈ ആഷും പോലത്തെ ഒരുപാട് വേസ്റ്റ് വരുന്നുണ്ട്. അതിന് സെക്കൻഡറി റോ മെറ്റീരിയൽ ആയിട്ട് വേറെ പല ബ്രിക്സ് ഉണ്ടാക്കാനും കൺസ്ട്രക്ഷൻ ഫീൽഡിന് വേണ്ടിയിട്ട് ബ്രിക്സ് ഉണ്ടാക്കാനും അങ്ങനെ പല രീതിയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നോളജീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഏറ്റവും കൂടുതൽ ഇന്ന് ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെർമോ കെമിക്കൽ മെത്തേഡ്സ് ആണ്. അതിൽ തന്നെ ഇൻസിനറേഷൻ ആണ് ഏറ്റവും പോപ്പുലർ. ഈ മെത്തേഡുകളിൽ ഓൾമോസ്റ്റ് 44% ഉപയോഗിച്ചു വരുന്നത് ഇൻസിനറേഷൻ ആണ്. ഇതിന് പുറമെ ഗ്യാസിഫിക്കേഷൻ ഉണ്ട്, പൈറോളിസിസ് ഉണ്ട്, പിന്നെ മെക്കാനിക്കൽ ബയോളജിക്കൽ പ്രോസസ് ഉണ്ട്, എനറോബിക് ഡൈജഷൻ ഉണ്ട്, ലാൻഡ് ഫിൽ പ്രോസസ് ഉണ്ട്. ഇതിന് പുറമെ ഇപ്പൊ കുറച്ച് കാലങ്ങളിലായിട്ട് പുതിയ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്. ഡാർക്ക് ഫെർമെന്റേഷൻ, ഇലക്ട്രോളിറ്റിക് സെൽസ്, ഇലക്ട്രോളിറ്റിക് ഫ്യൂൽ സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുതിയ ടെക്നോളജീസിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് ഇൻസിനറേഷൻ ഓറിയന്റഡ് വേസ്റ്റ് എനർജി പ്ലാന്റ്സ് ആണ് ഒരുപാട് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഈ പ്രസന്റേഷൻ പോകുന്നതും അതുമായി ലിങ്ക് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടിപ്പിക്കൽ മുനിസിപ്പൽ വേസ്റ്റ് ടു എനർജി ഇൻസിനറേഷനിൽ സംഭവിക്കുന്ന അതിന്റെ ഒരു പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒരു 4 ഫേസ് ഉണ്ട് ഇതിൽ. എനിക്ക് തോന്നുന്നു ഈ പിക്ചറിനായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് അടുത്ത പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. ആദ്യത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വേസ്റ്റ് ഡെലിവറി ആൻഡ് സ്റ്റോറേജ് സിസ്റ്റം ആണ്. പിന്നെ ഇൻസിനറേഷൻ, അത് കഴിഞ്ഞാൽ സ്റ്റീം ജനറേഷൻ, ആ എനർജി റിക്കവർ ചെയ്യുന്നു. ഫൈനലായിട്ട് അതിൽ നിന്ന് വരുന്ന എമിഷൻസ് കൺട്രോൾ ചെയ്തിട്ട് ഫ്യൂം പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു 4 സ്റ്റേജ് ആയിട്ടാണ് ഈ വേസ്റ്റ് എനർജി പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഒരു നല്ലൊരു ഹെവി ഫർണേസിലേക്ക് ഈ വേസ്റ്റ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ ക്രെയിൻസ് വഴി വേസ്റ്റ് സ്റ്റോറേജ് സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ സോ കോൾഡ് ഫർണേസിലേക്ക് അത് ഡംപ് ചെയ്യും. അവിടെ വെച്ച് അത് കത്തിച്ചിട്ട് അതിന് ഉണ്ടാവുന്ന ഒരു ആഷ് വരും, ബോട്ടം ആഷ് എന്ന് പറയുന്ന ഒരു ആഷ് ആവുന്ന ഉണ്ടാവുന്നത്. അതിനുശേഷം ഈ കത്തിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന സ്റ്റീം വെച്ചിട്ട് അതിനെ ടർബൈൻ റൺ ചെയ്യാൻ ഉപയോഗിച്ചിട്ട് അതിൽ നിന്നാണ് നമുക്ക് എനർജി ഉണ്ടാവുന്നത്. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്റ്റീം പോലെയുള്ള എനർജി ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഇതിന്ന് വരുന്ന ഒരുപാട് പൊല്യൂട്ടൻസ് പുറത്തേക്ക് എമിഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. സ്റ്റാക്കിൽ നിന്നും മറ്റുമായി ഒരുപാട് എമിഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ എമിഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ അതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം, വെറ്റ് സ്ക്രബേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുണ്ട്. ഞാൻ ഫർദർ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല, ഹൈലി ടെക്നിക്കൽ ആയ കാരണം. പിന്നെ ഇതിലേക്ക് എന്തൊക്കെ തരം മാലിന്യമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, എന്തൊക്കെ തരം മാലിന്യമാണ് വേസ്റ്റ് ഇൻസിനറേറ്റേഴ്സിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഇന്ന് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ വേസ്റ്റ് മേഖലയിൽ ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്, അതേപോലെ കമേഴ്ഷ്യൽ വേസ്റ്റ്, ഹൗസ് ഹോൾഡ്സ് എന്ന് വരുന്ന ബൾക്കി വേസ്റ്റ്, കൺസ്ട്രക്ഷൻ ഡെമോളിഷൻ വേസ്റ്റ്, അതിൽ തന്നെ എല്ലാം പറ്റില്ല. മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻ പാർട്സ് വരും, അതൊന്നും ഇതിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ നോൺ റീസൈക്കിൾ പാക്കേജിങ് മെറ്റീരിയൽ, നമുക്ക് പലതരത്തില് പാക്കേജിങ് മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ കുറെയൊക്കെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന്റെ സത്യാവസ്ഥ വേറെയാണ്. എന്നാലും അങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത കുറെ മെറ്റീരിയൽസ് ഇതിൽ ഇൻസിനറേറ്റേഴ്സിന് ഫ്യൂലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മെക്കാനിക്കൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഇതേപോലെ തന്നെ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ വേറൊരു പ്രോസസ്സാണ്. അതിൽ നിന്ന് വരുന്ന ഇംപ്യൂരിറ്റീസ്, അതിൽ നിന്ന് വരുന്ന റെസിഡ്യൂസിനെയൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് വേസ്റ്റുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ബൾക്കി വേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ വലിയ പാർട്സ്, ഫ്രിഡ്ജസിന്റെ, ACസിന്റെ, കാറുകളുടെ ഒക്കെ വലിയ പാർട്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മണ്ണ്, ചെളി, സ്റ്റോൺസ്, കോൺക്രീറ്റ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പല വേസ്റ്റുകൾ, അങ്ങനെ അതേപോലെ സെൽഫ് ഇഗ്നൈറ്റിംഗ് ആയിട്ടുള്ള വേസ്റ്റുകൾ, ഇങ്ങനെ പലതും ഉപയോഗിക്കാറില്ല ഇതില്. പിന്നെ അതേപോലെ ഇപ്പോ വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന എനർജി 90% റിക്കവർ ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്റ്റീം അല്ലെങ്കിൽ ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് തന്നെ 24 hours സപ്ലൈ ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു.
സോ അവർ പറയുന്നത് വളരെ നന്നായിട്ട് എനർജി റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ഉണ്ടാവുന്ന ഹീറ്റ് ഒക്കെ കൂളിംഗ് പ്രോസസ്, ഇപ്പൊ നമ്മള് യൂറോപ്പ് പോലുള്ള പല രാജ്യങ്ങളിലും അവിടുത്തെ കാലാവസ്ഥ ഹീറ്റേഴ്സിനെ ആവശ്യപ്പെടുന്നുണ്ട്. വീട്ടില് ഹീറ്റേഴ്സ്, നമ്മളിപ്പോ എ സി വെക്കുന്ന പോലെ അവിടെ ഹീറ്റേഴ്സ് വെക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹീറ്റ് പൈപ്സിന് വേണ്ടിയിട്ട് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹീറ്റ് ഈ വേസ്റ്റ് എനർജി പ്ലാന്റ്സ് വഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ലോകമെമ്പാടുമുള്ള വേസ്റ്റ് എനർജി പ്ലാന്റ്സിനെ കുറിച്ച് കുറച്ച് പറയാം. ഇപ്പൊ ലോകത്ത് നിലവില് 2000-ൽ കൂടുതൽ ഇൻസിനറേഷൻ വഴി ഉപയോഗിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ്സ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തെർമോ കെമിക്കൽ പ്രോസസ്സാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. പല ഡെവലപ്ഡ് കൺട്രീസ് അത് വളരെ സക്സസ്ഫുൾ ആണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ പോലുള്ള ഇന്ത്യ പോലുള്ള പല ഡെവലപ്പിംഗ് കൺട്രീസും ഇത് മാതൃകയാക്കിയിട്ട് ഇപ്പൊ വേസ്റ്റ് എനർജി പ്ലാന്റ്സ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലായിട്ടുള്ള ജപ്പാൻ അല്ലെങ്കിൽ സിംഗപ്പൂര്, തായ്വാൻ, ചൈന എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇൻസിനറേഷൻ പ്ലാന്റ്സ് ഉള്ളത്. ഇതിൽ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഇൻസിനറേഷൻ പ്ലാന്റ് ഉള്ളത് ചൈനയിലാണ്. ഇപ്പോ ജപ്പാനിലെ കാര്യം നോക്കുകയാണെങ്കിൽ, ജപ്പാനിൽ പണ്ട് അവിടെ ലാൻഡ് ഫില്ലിംഗ് വഴിയായിരുന്നു മാലിന്യം കുറെ നാൾ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ അവിടെ റാപ്പിഡ് ആയിട്ടുള്ള അർബനൈസേഷൻ കാരണം സ്ഥലം ഒരു പരിമിതമായി. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വേസ്റ്റ് എനർജി പ്ലാന്റ്സ് പോലത്തെയുള്ള പുതിയ ടെക്നോളജീസ് വെച്ചിട്ടാണ് ഇപ്പോൾ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. ജപ്പാനിൽ ഉണ്ടാകുന്ന മാലിന്യത്തിന്റെ 70% മാലിന്യം വേസ്റ്റ് എനർജി പ്ലാന്റ്സ് വഴിയാണ് ഇപ്പൊ അവിടെ കൈകാര്യം ചെയ്യുന്നത്. അമേരിക്കയിലാണെങ്കിൽ 80-ൽ കൂടുതൽ 87 പ്ലാന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഓൾമോസ്റ്റ് 7% ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ജനറേറ്റഡ് ഇൻ അമേരിക്ക വേസ്റ്റ് എനർജി പ്ലാന്റ്സ് വഴിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനിയിപ്പോ യൂറോപ്പിലാണെങ്കിൽ ഇപ്പൊ നിലവിൽ അവിടെ 20% യൂറോപ്പിൽ ഉണ്ടാവുന്ന മാലിന്യമാണ് വേസ്റ്റ് എനർജി പ്ലാന്റ്സ് വഴി കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോ അവിടെ വേസ്റ്റ് എനർജി പ്ലാന്റ്സിന്റെ എണ്ണം കുറവാണ്. എന്നാലും വരും കാലങ്ങളിൽ 2020-2022 ആകുമ്പോഴേക്കും 50 തൊട്ട് 60 വരെ പുതിയ പ്ലാന്റുകൾ അവിടെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നിലവില് സ്വീഡനും ഡെൻമാർക്കിലുമാണ് പുതിയ സാങ്കേതിക വിദ്യകളോടുകൂടി ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് വേസ്റ്റ് എനർജി പ്ലാന്റ്സ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജപ്പാനിലുള്ള കുറച്ച് വേസ്റ്റ് എനർജി പ്ലാന്റ്സ് ആണ്. ഇത് ഡിട്രോയിറ്റിലുള്ളതാണ്, ഇത് കോപ്പൻഹാഗനിലുള്ളതാണ്. ഇനി ലോകത്ത് ഇങ്ങനെ പല പ്ലാന്റുകളും പല സ്ഥലത്തും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും ലോകത്ത് പല സ്ഥലത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നിപ്പോ ഒരു ഇന്തോനേഷ്യ പോർട്സ് ഒരുപാട് ഇമ്പോർട്ടിന് വിധേയമായിട്ടുള്ള പോർട്ടാണ്, ഒരുപാട് വേസ്റ്റ് ഇമ്പോർട്ടിന് വിധേയമായിട്ടുള്ള ഒരു പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അവര് ഇപ്പൊ ജപ്പാൻ പോലത്തെ മോഡൽ വെച്ചിട്ട് പുതിയ ഇൻസിനറേഷൻ പ്ലാന്റ്സ് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിയറ്റ്നാമും ഫിലിപ്പൈൻസും. പിന്നെ അമേരിക്കയിലാണെങ്കിൽ ഇപ്പോ അവിടെയുള്ള വേസ്റ്റ് എനർജി പ്ലാന്റ്സിൽ ഓൾമോസ്റ്റ് 80% ഓഫ് വേസ്റ്റ് എനർജി പ്ലാന്റ്സ് ഉള്ളത് ലോ ഇൻകം ഗ്രൂപ്പ്സും ബ്ലാക്സും താമസിക്കുന്ന ഏരിയയിലാണ്. ഇപ്പോ അതേപോലെ തന്നെ അവിടെ ഒരു മിനിയാപോളിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതിന്റെ ഒരു ഉദാഹരണമാണ്. അവിടെയുള്ള ലോ ഇൻകം ഗ്രൂപ്പ്സിന്റെയും ബ്ലാക്സിന്റെയും സ്ഥലങ്ങളിലാണ് ഇങ്ങനത്തെ ഇൻസിനറേഷൻ പ്ലാന്റ്സ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോ യൂറോപ്പിൽ പറയുകയാണെങ്കിൽ ഗ്ലൂസെസ്റ്റർഷയർ എന്ന് പറഞ്ഞിട്ട് സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലുള്ള ഒരു കൗണ്ടിയാണ്. അവിടെ ഒരു ഇൻസിനറേഷൻ പ്ലാന്റ് വന്നിട്ട് അവിടെയുള്ള നാട്ടുകാർ അതിനെതിരെ ഒരുപാട് പ്രൊട്ടസ്റ്റ് ചെയ്യും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാർട്ടൺ സ്റ്റേസി എന്ന് പറഞ്ഞിട്ട് ഹാംഷെയറിലുള്ള ഒരു വില്ലേജ് ആണ്. അവിടെ ഒരു റൂറൽ ഇൻസിനറേറ്റർ വരാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർ ഇതിനെതിരെ ഒരു പെറ്റീഷൻ സൈൻ ചെയ്യും, അത് മൂവ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് UK-യിലുള്ള പല സ്ഥലങ്ങളിലായിട്ട് തന്നെ ഒരുപാട് ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രൊട്ടസ്റ്റുകൾ കാരണം അവിടെ വരാൻ പോകുന്ന കുറെ പ്ലാൻസ് അവര് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോ വുഹാൻ, ഇപ്പൊ ചൈനയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും വലിയ ഇൻസിനറേഷൻ പ്ലാന്റ് ഉള്ളത് ചൈനയിലാന്ന് പറഞ്ഞു. അവിടെ ഓൾറെഡി നിലവിൽ 200+ ഇൻസിനറേഷൻ പ്ലാന്റ്സ് ഉണ്ട്. അത് കൂടാതെ ഇപ്പൊ വുഹാനില് പുതിയ ഒരു ഇൻസിനറേഷൻ പ്ലാന്റ് വരാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഗ്ലൂസെസ്റ്റർഷയറിലുള്ള ഒരു വേസ്റ്റ് എനർജി പ്ലാന്റ് ആണ്. അവിടെ ഉണ്ടായ ഒരു പ്രൊട്ടസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണത്. പിന്നെ ഇന്ത്യാനാപോളിസ് എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യാനയിലുള്ള ഒരു സ്ഥലത്ത് ഇതേപോലെ അവര് കൊവാൻറ്റ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, ന്യൂജേഴ്സിയിലുള്ള ഒരു കമ്പനിയാണ്. ഇൻസിനറേറ്റേഴ്സും വേസ്റ്റ് എനർജി പ്ലാന്റ്സിനുമായി അവര് റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുമായിട്ടൊരു കരാറുണ്ടായിരുന്നു. അവര് ഇന്ത്യാനാപോളിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അവർക്ക് ഒരു ദിവസം 300,000 ടൺസ് ഓഫ് വേസ്റ്റ് സപ്ലൈ ചെയ്യാം ഈ ഇൻസിനറേഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് വേസ്റ്റ് എനർജി
ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം എന്ന് പറഞ്ഞത്. പക്ഷെ അവർക്ക് അത് സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കൊവാൻറ്റ എന്നുള്ള കമ്പനി അവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഫൈൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേപോലത്തെ തന്നെ സിറ്റുവേഷൻ ബാൾട്ടിമോർ എന്ന് പറഞ്ഞ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ലോകത്ത് നടക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട് ലോകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മുടെ നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ, ഇന്ത്യയിൽ ഇപ്പൊ നിലവില് ഏതാണ്ട് 8 ഇൻസിനറേഷൻ അല്ലെങ്കിൽ ഗ്യാസിഫിക്കേഷൻ വഴി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. അത് തന്നെ 50-ൽ കൂടുതൽ പുതിയ പ്ലാന്റുകൾ വരാനായിട്ടുള്ള ഒരുപാട് കരാറുകളും വന്നുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ പല വഴിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയില് ആദ്യമായിട്ട് ഉണ്ടായ പ്ലാന്റ് ഓഖ്ലയിലാണ് ആദ്യമായിട്ട് വേസ്റ്റ് എനർജി പ്ലാന്റ് ഉണ്ടായത്. അവിടെ 1987 അത് ഉണ്ടായത്. വന്ന സമയത്ത് 300 ടൺ മാലിന്യമാണ് അത് ഒരു ദിവസം കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞത്. പിന്നെ അത് പല പ്രശ്നങ്ങൾ കാരണം 1990 അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം 2007 ഒഖ്ല തിമർപൂർ വേസ്റ്റ് എനർജി പ്ലാന്റ് എന്നുള്ള പേരിൽ അവിടെ വീണ്ടും അത് വന്നു. ഇപ്പൊ നിലവില് അവിടുത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ, ഇവിടെ ഉണ്ടാവുന്ന മാലിന്യം പൂർണ്ണമായി കത്തുന്നില്ല. അത് കത്തുവാനുള്ള ടെമ്പറേച്ചർ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്ന് ഒരുപാട് പൊല്യൂട്ടൻസ് ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നെക്സ്റ്റ് വരുന്ന സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പൊല്യൂട്ടൻസ് കാരണം അവിടെയുള്ള റെസിഡൻസിന് ഭയങ്കര സഫക്കേഷൻസും, കുട്ടികൾ പുറത്തേക്ക് കളിക്കാൻ വരുന്നില്ല. പിന്നെ ഈ പൊല്യൂട്ടൻസ് ആകാശത്ത് ഇങ്ങനെ കെട്ടിക്കിടന്ന് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ലാൻഡ് ഫിൽസ് ഉള്ള പോലെ തന്നെ ആകാശത്ത് ഇപ്പൊ ലാൻഡ് ഫിൽസ് കാണാൻ കഴിയുന്നു. ലാൻഡ് ഫിൽസ് ഇൻ സ്കൈ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ വെച്ചിട്ടാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു വേസ്റ്റ് എനർജി പ്ലാന്റ് എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ അതിന് സപ്ലൈ ചെയ്യുന്ന വേസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതിന്റെ റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി. എത്ര ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് നമുക്കിപ്പോ സപ്ലൈ ചെയ്യണം ഒരു വേസ്റ്റ് എനർജി പ്ലാന്റ് റണ്ണിങ്ങിന്. ഇപ്പൊ ഞാൻ ഇന്ത്യയുടെ കേസ് വെച്ച് ഞാൻ ഇതിനെ പറയാം. ഇന്ത്യയിൽ ഒരു വർഷം 55 മില്യൺ ടണ്ണിനേക്കാൾ കൂടുതൽ മാലിന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ 15% മാലിന്യം മാത്രമാണ് നമുക്ക് ഈ വേസ്റ്റ് എനർജി പ്ലാന്റ്സിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് എങ്ങനത്തെ തരം മാലിന്യമാണെന്ന് പറയുകയാണെങ്കിൽ 2016 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരം നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, നോൺ റീസൈക്ലബിൾ വേസ്റ്റും ഹൈ കലോറിഫിക് വാല്യൂ ആയിട്ടുള്ള വേസ്റ്റ് മാത്രമാണ് നമുക്ക് ഈ വേസ്റ്റ് എനർജി പ്ലാന്റ്സിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ പറയുന്ന 15%, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു 55 മില്യൺ ടണ്ണേക്കാൾ കൂടുതൽ മാലിന്യം ഒരു കൊല്ലം ഉണ്ടാവേണ്ടത്. അതിന്റെ 15% എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 30,000 ടൺസ് ആണ് വരുന്നത് ഒരു ദിവസം. പക്ഷെ ഇപ്പൊ 50-55 പ്ലാന്റുകൾ ഇതിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനത്തെ പ്ലാന്റുകൾക്ക് എല്ലാത്തിനും കൂടിയിട്ട് ഒരു ദിവസം 37,000 ടൺസ് ഓഫ് വേസ്റ്റ് ആണ് ആവശ്യം വരുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് എനർജി പ്ലാന്റ്സിന് ആവശ്യം വരുന്ന മാലിന്യം നമുക്ക് പ്രോപ്പർ ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട് ഇന്ത്യയുടെ ഒരു അവസ്ഥയിൽ പറയുകയാണെങ്കിൽ. അതേപോലെ തന്നെ അടുത്ത് ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ, നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിന് മെയിൻ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഇന്ത്യയുടെ ഒരു സിനാരിയോയിൽ വെച്ചിട്ട് നമ്മൾ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റിന്റെ ഒരു 60 to 70% എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് മാത്രമാണ്. ഇത് പുറം രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് വേസ്റ്റ് എനർജി പ്ലാന്റ്സ് ഇത്ര എഫിഷ്യന്റ് ആയിട്ട് എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിന്റെ പെർസെന്റേജ് അവിടെ വളരെ കുറവാണ്. അതൊരു 25-ന്റെയും 30-യുടെ ഇടയ്ക്ക് മാത്രമേ അത് വരുന്നുള്ളൂ. അതേപോലെ തന്നെ വേറൊരു വിഷയമാണ് മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈർപ്പത്തിന്റെ അളവ്. എല്ലാ വസ്തുവിനും മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. ഇപ്പോ വേസ്റ്റിന്റെ മോയ്സ്ചർ കണ്ടന്റിന്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പൊ വേസ്റ്റ് എനർജി പ്ലാന്റ്സിനാവുമ്പോൾ അത് 45%-നെക്കാട്ടും കുറവാണ്. എന്നാൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന മാലിന്യത്തിന്റെ മോയ്സ്ചർ കണ്ടന്റിന്റെ അളവ് എന്ന് പറയുന്നത് ക്ലോസ് ടു 55 ആണ്. 50 to 55% ആണ് വരുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്, എല്ലാ സബ്സ്റ്റൻസിനും അത് കത്തിക്കുമ്പോൾ അതിന്ന് ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്. ആ എനർജി കണ്ടന്റിന്റെ വാല്യൂവിനെയാണ് കലോറിഫിക് വാല്യൂ ആയിട്ട് റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കിലോഗ്രാമിന്ന് 2500 കിലോ കാലറി എങ്കിലും കിട്ടിയാലേ ഒരു വേസ്റ്റ് എനർജി പ്ലാന്റ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ നമ്മുടെ ഇന്ത്യൻ വേസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പ്രകാരം ഇന്ത്യയിലത്തെ വേസ്റ്റിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 1400-നും 2100-നും ഇടയ്ക്കാണുള്ളത്. ഇതിന് പുറമെ നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മൾ പണ്ട് മുതലേ
പേപ്പറും കാർഡ്ബോർഡും തുടങ്ങിയ ഒരുപാട് കത്താൻ പറ്റുന്ന കുറെ വസ്തുക്കൾ നമ്മളെപ്പോഴും വിൽക്കാറാണ് പതിവ്. സ്ക്രാപ്പ് ഡീലേഴ്സിനെ എപ്പോഴും നമ്മൾ വിൽക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൾച്ചറിൽ ഈ കലോറിഫിക് വാല്യൂ വീണ്ടും കുറയാണ്. ഈ 1400 എന്ന് പറയുന്നത് വീണ്ടും 1100 അല്ലെങ്കിൽ കുറയുകയാണ്. അതേപോലെ തന്നെ ഇനേർട്സ് എന്ന് പറയുന്ന സംഭവം, ഇപ്പോ വേസ്റ്റില് ഒരുപാട് ചെളി അല്ലെങ്കിൽ മണല് തുടങ്ങിയ ഒരുപാട് കത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അതിനെ അഡ്ജോയിൻ ചെയ്തിട്ട് വരും. അങ്ങനത്തെ കുറെ വസ്തുക്കൾ ഒരിക്കലും വേസ്റ്റ് എനർജി പ്ലാന്റിന്റെ എഫിഷ്യന്റ് റണ്ണിങ്ങിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇതേപോലെ തന്നെ ഇന്ന് ഒരുപാട് റിജക്ട്സ് വരുന്നുണ്ട്. ബോട്ടം ആഷ്, നേരത്തെ ഞാൻ പറഞ്ഞു, ഒരുപാട് വേസ്റ്റ് വരുന്നുണ്ട്. ഈ വേസ്റ്റിനൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ലാൻഡ് ഫില്ലിങ്ങിലേക്കാണ് ഇത് വീണ്ടും ചെന്നെത്തുന്നത്. ഇതേപോലെ തന്നെ എക്സ്പെൻസസ്, ഒരു കിലോവാട്ട് അവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് 7 രൂപയാണ്. നേരെ മറിച്ച് കോളോ അല്ലെങ്കിൽ സോളാറോ വെച്ച് പറയുന്നത് അത് 3-4 രൂപയായിട്ട് വരുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ, കോൺസ്റ്റന്റ് ആയിട്ട് ടെമ്പറേച്ചർ സപ്ലൈ ചെയ്യാൻ പറ്റും. 1000 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ആണ് ഇതിന് വേണ്ട ടെമ്പറേച്ചർ. അത് കോൺസ്റ്റന്റ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏതർ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഹാഫ് കമ്പഷൻ ഉണ്ടാവും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് വേസ്റ്റ് എനർജി പ്ലാന്റ്സിൽ നിന്ന് ഒരുപാട് വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ 1-2 ഉദാഹരണങ്ങളാണ് ബോട്ടം ആഷ്, ഫ്ലൈ ആഷ് തുടങ്ങിയ 2 സാധനങ്ങൾ. ബോട്ടം ആഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫർണേസിൽ വെച്ചിട്ട് വേസ്റ്റ് കത്തിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റിനെയാണ് ബോട്ടം ആഷ് എന്ന് പറയുന്നത്. അതിൽ ഏതാണ്ട് 75-80% വരുന്നത് ഈ ബോട്ടം ആഷ് ആണ് എന്നാണ് പറയുന്നത്. ഹെവി മെറ്റൽസും ഡയോക്സിൻസും തുടങ്ങിയ ഒരുപാട് വിഷവസ്തുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലൈ ആഷ്, ഇപ്പോ ഇതിന്റെ സ്റ്റാക്കിൽ നിന്ന് പർട്ടിക്കുലേറ്റ് മാറ്റർ ഇതിന്റെ സ്റ്റാക്കിൽ നിന്ന് ഫ്ലൂ ഗ്യാസ് കൂടെ വഴി പുറത്തേക്ക് വരുന്നുണ്ട്. അതിനാണ് ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. അതിലും ഒരുപാട് ഡയോക്സിൻസും ഫ്യൂറൻസും പോലെയുള്ള ഒരുപാട് ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ട് അതിൽ. അതേപോലെ തന്നെ എമിഷൻസിൽ വരുന്ന വേറെ ഒന്നാണ് മെർക്കുറി, ഡയോക്സിൻസ്, ഫ്യൂറൻസ്, നൈട്രസ് ഓക്സൈഡ്സ്, പെർട്ടിക്കുലേറ്റ് മാറ്റർ, ലെഡ്, അങ്ങനെ തുടങ്ങി ഒരുപാട്. ഇനി പറയാനുള്ളത്, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇത് വളരെ എഫിഷ്യന്റ് ആയിട്ട് എനർജീനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ എന്നാണ് ഒരു ചോദ്യം. കാരണം എന്താ വെച്ചാല് ഇപ്പോ നമ്മൾ പറഞ്ഞു പല സ്ഥലത്തും ഇതിന് നെസസിറ്റി ആയിട്ട് വേണ്ടുന്ന കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് ഇത്രയാണ് എന്ന് പറഞ്ഞു. അത് പുറം രാജ്യങ്ങളിൽ അത് 1900 to 3800 വരെയാണ് അതിന്റെ റേഞ്ച് ഉള്ളത്. അതേപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റ് അവിടെയൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് കലോറിഫിക് വാല്യൂ കൂടിയിട്ട് അവിടെ കത്തിക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ നാട്ടില് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ കലോറിഫിക് വാല്യൂ കുറവായതുകൊണ്ട് നമുക്ക് എഡീഷണൽ ആയിട്ട് കുറെ ഫ്യൂവൽസ്, ഓക്സിലറി ഫ്യൂവൽസ്, ഇപ്പൊ ഡീസൽ പോലത്തുള്ള അഡീഷണൽ ഫ്യൂവൽസ് നമുക്ക് സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് വീണ്ടും എനർജി ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ UK നടന്നിട്ടുള്ള ഒരു സ്റ്റഡി പ്രകാരം പണ്ട് ഇൻസിനറേറ്റേഴ്സ് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുമ്പോൾ അതിന്റെ എഫിഷ്യൻസി റേറ്റ് എന്ന് പറയുന്നത് 19 to 27% ആണ്. അത് ഇപ്പോഴത്തെ പുതിയ ഇൻസിനറേറ്റേഴ്സ് വഴി അത് വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റീസൈക്ലിങ്ങും കമ്പോസ്റ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വഴികൾ ഇപ്പൊ നമ്മുടെ സീറോ വേസ്റ്റ് പോളിസീസ് അല്ലെങ്കിൽ സീറോ വേസ്റ്റ് പ്രാക്ടീസസ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനേക്കാൾ ഇത് ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ കുറവ് എനർജി കൺസംപ്ഷൻ ആണ് ഇൻസിനറേഷൻ വഴി വരുന്നത്. ഇതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞത് ഒരുപാട് പൊല്യൂട്ടൻസ് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഡയോക്സിൻസ്, ഫ്യൂറൻസ്, നൈട്രസ് ഓക്സൈഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊല്യൂട്ടൻസ് വരുന്നുണ്ട്. ഇതുകൊണ്ടുണ്ടാവുന്ന ഹെൽത്ത് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പോ ലങ്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഐയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്നുണ്ട്. ടീത്ത് കൊറോഷൻ വരുന്നുണ്ട്. ക്യാൻസറസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുന്നുണ്ട്. ഗ്രോത്തുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മനുഷ്യന് വരാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരുവിധം എല്ലാ അസുഖങ്ങളും ഇതിന്റെ ഇതിന്റെ പൊല്യൂട്ടൻസ് കാരണം നമ്മൾ ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇതിന്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പറഞ്ഞു, കേരളത്തില് ഇങ്ങനെ ഒരു പ്ലാന്റിന്റെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 8 പുതിയ പ്ലാന്റ്സിന്റെ പോസിബിലിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു ജനറൽ സിനാരിയോ വെച്ചിട്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യണം ഈ പ്രസന്റേഷൻ. അപ്പോ ഇപ്പൊ കേരളത്തിലുള്ളത് ഓൾമോസ്റ്റ് 3.34 crore പോപ്പുലേഷൻ ആണ്. ഇവിടെ ഉണ്ടാവുന്നത് ഒരു ദിവസം 9000 tons ഓഫ് വേസ്റ്റ് ആണ് ഒരു ദിവസം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒരു ജിസ്റ്റ് ആണിത്. ബയോഡിഗ്രേഡബിളിന്റെ 77%, നോൺ ഡിഗ്രേഡബിൾ 18, പേപ്പർ 6, ഇനേർട്ട് 5, അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 77% വരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള ഒരുപാട് കുറച്ച് ബയോഡിഗ്രേഡബിൾ വേസ്റ്റും നോൺ ഡിഗ്രേഡബിൾ വേസ്റ്റും കൈകാര്യം ചെയ്യുന്ന കുറച്ച് ഫെസിലിറ്റീസിന്റെ ഒരു ഡേറ്റയെ ഞാൻ പറയുന്നുണ്ട്. കമ്പോസ്റ്റ് പിറ്റ്സ് ഒരു 30 ലക്ഷം ഉണ്ട്. 10 സെൻട്രലൈസ്ഡ് കമ്പോസ്റ്റിംഗ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ബയോഗ്യാസ് പ്ലാന്റ് ഹൗസ് ഹോൾഡ് തലത്തിലും ഇൻസ്റ്റിറ്റ്യൂഷൻ തലത്തിലും കമേഴ്ഷ്യൽ തലത്തിലും ഇത്രയും എണ്ണം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി, ഷ്രെഡിംഗ് യൂണിറ്റ്സ്, ഇതിന്റെയൊക്കെ ഒരു എണ്ണമാണ് പറയുന്നത്. അപ്പോ ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, നിലവില് നമ്മുടെ കേരളത്തില് ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഓപ്ഷൻ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് അങ്ങനെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ആലപ്പിയിലും കുന്നംകുളം പോലത്തുള്ള സ്ഥലങ്ങളിൽ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സിസ്റ്റം ഇവിടെ നിലവിൽ നിൽക്കുമ്പോഴാണ് സെൻട്രലൈസ് സിസ്റ്റം ആയിട്ടുള്ള വേസ്റ്റ് എനർജി പ്ലാന്റ് എന്നുള്ളൊരു സിസ്റ്റം വരാനുള്ള ശ്രമം കേരളത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വേസ്റ്റ് എനർജി പ്ലാന്റ് വരികയാണെങ്കിൽ എല്ലാ മാലിന്യവും വീണ്ടും ഒരു സ്ഥലത്ത് കുന്നുകൂടി കിടക്കാണ് ഉണ്ടാവുക. നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് മാലിന്യം കുറയ്ക്കാനാണ്, മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാനാണ്. പക്ഷെ വേസ്റ്റ് എനർജി പ്ലാന്റ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് കൂടുതൽ മാലിന്യം ഉണ്ടാകാനാണ്. അപ്പൊ നമ്മുടെ ഒരു ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പോളിസിക്ക് എതിരെയാണ് എപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, ഒരുപാട് തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം വഴി വരുമ്പോൾ കളക്ഷൻ ആയാലും ട്രീറ്റ് ചെയ്യാനായിട്ടും പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടും ഒരുപാട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആകുമ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റ് വരും. പിന്നെ കേരളത്തിൽ ഇപ്പോൾ പുതുതായിട്ട് വരാൻ പോകുന്ന കുറച്ച് പ്ലാന്റ്സ് ഇവിടേക്കാണ്: ട്രിവാൻഡ്രം, കൊല്ലം, കൊച്ചി, തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും വേസ്റ്റ് എനർജി പ്ലാന്റ്സ് വഴി തെളിയിക്കുന്നത് കൂടുതൽ മാലിന്യം ഉണ്ടാക്കാനാണ്. അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റവുമാണ്. സോ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ പ്രസന്റേഷൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു അതുൽ. അപ്പൊ അതുൽ നമുക്ക് എന്താണ് ഒരു വേസ്റ്റ് ടു എനർജി പ്ലാന്റ് എന്നുള്ളതും അതേപോലെ തന്നെ ലോകത്ത് ഈ വേസ്റ്റ് ടു എനർജി പ്ലാന്റുകളിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഇന്ത്യയിലെ ഒരു വേസ്റ്റ് ടു എനർജി പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചും അങ്ങനത്തെ വേസ്റ്റ് ടു എനർജി പ്ലാന്റിനെ സംബന്ധിച്ചുള്ള വളരെ ചുരുക്കം കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇനിയുള്ളൊരു ഇപ്പൊ സമയം 11:10 കഴിഞ്ഞു. നമുക്ക് ഏകദേശം 20 മിനിറ്റ് സമയമുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുലിന് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരങ്ങൾ തരുന്നതായിരിക്കും. ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം അൺമ്യൂട്ട് ചെയ്യാം, ചോദ്യം ചോദിക്കാം. ഉമ്മൻ സർ ചോദിച്ചോളൂ സർ. ഓക്കെ, ഈ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് ഒരിക്കലും ലാഭകരമല്ല. അത് ഹെൽത്ത് ഇമ്പാക്റ്റ് വളരെ കൂടുതൽ ഉണ്ടാക്കുന്ന ഒന്നാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും കൂടി വിദ്യാഭ്യാസമുള്ള നോളജ് ഉള്ള കേരളത്തിലെ ആൾക്കാർ വേസ്റ്റ് ടു എനർജി പ്ലാന്റിന്റെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണ്? ഇവർക്ക് ഈ ടെക്നോളജി മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ മനസ്സിലാവില്ല എന്ന് എന്ത് റീസൺ കൊണ്ടാണ് ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും വിവരങ്ങൾ ഇപ്പം അതിൽ കണ്ടുപിടിച്ച ഇൻഫർമേഷൻ എല്ലാം എല്ലാവർക്കും എവിടുന്നും കിട്ടാവുന്നതാണ്. അപ്പം എന്ത് രീതിയിലാണ് ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ ആൾക്കാരെ ഹുഡ്വിങ്ക് ചെയ്ത് വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ഉള്ള ഇതില് സക്സസ് ആവും? ഓക്കെ, അതുൽ. ഹലോ അതുൽ, ഹലോ, കമന്റ് ഓൺ ദിസ്? ഇതില് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നതൊക്കെ ഇതിന്റെ ഒരു സോഷ്യൽ ആസ്പെക്ട്സും ഇതിന്റെ കുറച്ച് എക്കണോമിക്കൽ ആസ്പെക്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഇനി വരുന്ന ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല. അത് ഞാൻ എത്രത്തോളം പറഞ്ഞാലും അത് കറക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ എനിക്ക് ഐ ഡോണ്ട് ഹാവ് കമന്റ്സ് ഓൺ ഇറ്റ്. ഐ ആം റിയലി സോറി സർ. കുഴപ്പമില്ല. പക്ഷെ ഇതാണ് നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് രീതിയിലുള്ള ഇതിനെ കുറിച്ച് എതിരായിട്ട് നമുക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ. തീർച്ചയായിട്ടും സർ, അങ്ങനെ തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ ഇത് നമ്മൾ പറയണം ആ ഒരു രീതിയിലുള്ള ഇതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാലായിരിക്കും നമുക്ക് സീറോ വേസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ആക്ഷനിൽ നമുക്ക് വേസ്റ്റ് എനർജി പ്ലാന്റിന് എതിരായിട്ടുള്ള
ഏതെങ്കിലും ഒരു മൂവ്മെന്റ് ലീഡ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. ശരി സർ, ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച് സർ. ഇതില് എനിക്കൊരു ചെറിയ കമന്റ് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഞാൻ പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ചതിന്റെ ഒരു വെളിച്ചത്തിൽ പറയാണ്. ഒന്ന്, ഇത് ഒരുപാട് കോടികൾ പൈസ ഒരുപാട് വരുന്ന ഒരു മേഖലയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ബ്രഹ്മപുരം പ്ലാന്റ് ആണെങ്കിലും അങ്ങനെ ഓരോ പ്ലാന്റുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ഒരുപാട്, കേരളത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കാശ് ഒരുപാട് വരുന്നൊരു മേഖലയാണ്. ഒരുപാട് പൈസ വേണം ഇത് തുടങ്ങാനായിട്ട്. അപ്പോ അതിൽ വരുന്ന സാമ്പത്തിക ലാഭമാണ് ഇതിന്റെ പിന്നിൽ മെയിൻ ആയിട്ടുള്ളതെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഇത് തെറ്റാവാം, ശരിയാവാം. എനിക്ക് വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഇത് ഓപ്പൺ ആണ്. കുറച്ചുകൂടിയും ടെക്നിക്കലി അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ ചോദ്യങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും തണലിന്റെ വെബിനാറുകൾ അറ്റൻഡ് ചെയ്യുക എല്ലാവരും. ഹലോ, മനസ്സിലായി. ഗ്യാസിഫിക്കേഷൻ അങ്ങനെ മെത്തേഡ് പറഞ്ഞില്ലേ, ഒരു പൈറോ രണ്ടുപേരെ മെത്തേഡ് പറഞ്ഞു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഓക്കെ, അതുൽ can you please explain gasification and pyrolysis? ഹലോ, പറഞ്ഞോളൂ അതുൽ. ഇപ്പോ കത്തിക്കുമ്പോ അതിലേക്ക് വേണ്ടുന്ന ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യലും അതിലേക്ക് വേണ്ടുന്ന ഓക്സിജൻ സപ്ലൈയും അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എപ്പോഴും കത്തിക്കുന്നത് നമ്മൾ കമ്പയർ ചെയ്യുക. ഇതിൽ വരുന്ന ഡിഫറൻസസുമായി ബന്ധപ്പെട്ടാണ് ഗ്യാസിഫിക്കേഷനും പൈറോളിസിസും തരംതിരിക്കുന്നത്. പൈറോളിസിസിൽ വരുമ്പോൾ അതിൽ എയർ സപ്ലൈ തീരെ ഇല്ല, പിന്നെ ടെമ്പറേച്ചർ കുറവാണ്. അതേപോലെ തന്നെയാണ് ഗ്യാസിഫിക്കേഷൻ, ഇതിന്റെ രണ്ടിനും ഇടയിലാണ് വരുന്നത്. ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറും ടെമ്പറേച്ചർ പറയുന്നത് പൈറോളിസിസിന്റെയും ഇൻസിനറേഷന്റെയും ഇടയിലാണ് വരുന്നത്. സോ ഇങ്ങനെ 3 തരത്തിലാണ് തരംതിരിക്കുന്നത്. ഹലോ, ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇൻസിനറേഷൻ എന്ന് പറയുന്ന ഏറ്റവും ഹൈ എനർജിയിൽ ഹൈ ടെമ്പറേച്ചറിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സും അത് കഴിഞ്ഞാൽ വരുന്നത് ഗ്യാസിഫിക്കേഷൻ, പിന്നെ പൈറോളിസിസ്. കറക്റ്റ് അല്ലേ? അതെ അതെ. ഹുബൈൽ മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, താങ്ക് യു ഹുബൈൽ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ? എനിക്കൊരു ഇവിടെ ഒരു കമന്റ് എഴുതിയിട്ടുള്ളതും കൂടെ വായിക്കാനുണ്ട്. GK Junior അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ഗ്യാസിഫിക്കേഷൻ ആൻഡ് പൈറോളിസിസ് പ്രോസസ്സസ് ഹാവ് ബീൻ നോൺ ആൻഡ് യൂസ്ഡ് ഫോർ സെഞ്ചുറീസ് ആൻഡ് ഫോർ കോൾ as early as the 18th century. Developing technologies for processing residual solid mixed waste has only become a focus of attention in recent years, stimulated by the search for more efficient energy recovery. അപ്പോൾ വളരെ കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് GK എഴുതിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഹലോ, ആരാണിത്? GK. പറയൂ. ഹായ്. അപ്പൊ ഇതുവരെ നമുക്ക് ആദ്യം പറയട്ടെ മിസ്റ്റർ അതുൽ, പ്രശ്നം നന്നായിരുന്നു. ഇതിൽ നമുക്ക് ഇൻഫോർമേഷൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതുവരെ. അപ്പം ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം? ഇപ്പോ തണൽ അക്കാഡമിയുടെ മെമ്പേഴ്സ് എങ്കിലും പൊതുതരത്തിലുള്ള ആരാണെങ്കിലും ഇതിനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ടാക്കിൾ ചെയ്യാം. അതിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മുടെ വേസ്റ്റ് എനർജി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് 90% വേസ്റ്റ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ബാക്കിയുള്ള വേസ്റ്റ് മാനേജ്മെന്റ് പോലെയല്ല. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ അത് ചെയ്യാൻ പറ്റും. പക്ഷേ വേസ്റ്റ് എനർജി മാനേജ്മെന്റിൽ പറ്റില്ല. അപ്പം അതിനെക്കുറിച്ച് നമുക്ക്, അതായത് സാധാരണക്കാർക്ക് നമുക്ക് ഇതിനെ എങ്ങനെ മൂവ് ചെയ്യാം, അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഹലോ, ഇതിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ആസ്പെക്ട്സ് ഉണ്ടല്ലോ. എല്ലാ ആസ്പെക്ട്സും എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. അതെ. അപ്പോ ഇപ്പോ നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, ഈ ലോകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ നിന്നുണ്ടാകുന്ന ഹെൽത്ത് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് ഇങ്ങനത്തെ കുറെ ഇൻഫർമേഷൻസ് തന്നെയാണ്. സാർ പറഞ്ഞ പോലെ ഇൻഫർമേഷൻസ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടും തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ വെബിനാറുകൾ ചെയ്യുന്നത്. ആൾക്കാരെ അറിയിക്കുക എന്നുള്ള ഒരു മോട്ടീവോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ ഇതിനുണ്ടെങ്കിൽ സംഗീത മാമിന് പറയാം. ഓക്കെ,
തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ശ്രമം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. തണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു എന്താ പറയാ ഇൻസിനറേഷനെതിരെ എനിക്ക് തോന്നുന്നു 2000 തൊട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് തണൽ എന്ന് പറയുന്നത്. തണൽ അന്ന് തുടങ്ങിയ ഒരു വർക്ക് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് കോവളത്ത് മാത്രമാണ് അന്നൊരു ഇൻസിനറേഷൻ വരാൻ പോയത്. അതിനെതിരെ നടന്നൊരു സമരത്തിന്റെയും ഇതിന്റെയൊക്കെ കഥ തണലിന് പറയാനുണ്ട്. പക്ഷെ അതിനുശേഷം കുറെ കാലം ഈ ഒരു ഇൻസിനറേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ അത്രയ്ക്ക് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ആണ് ഉണ്ടായിരുന്നത്. അതും പരാജയപ്പെട്ട് പിന്നീട് അത് നിർത്തുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോ ഒരു വലിയൊരു 8 ജില്ലകളിൽ വരുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഇതിനെതിരെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വരും സമയങ്ങളിൽ തണലിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ നയിക്കുന്ന ക്യാമ്പയിനുകളെ കുറിച്ചും തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതാണ്. മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എനിക്ക് ഒരു ചോദ്യം ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. അതുൽ ദിലീപ് ആണ് ചോദിച്ചിട്ടുള്ളത്. റിയലി ഇൻട്രസ്റ്റിംഗ് സെഷൻ. Well done. Great if you could address the issue of environmental and food contamination of toxics arising from the effluents, waste arising from the managing waste to energy plants and its impact on public health. ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ദിലീപ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുകൂടി ഒന്ന് വായിക്കോ. Okay. Address the issue of environmental and food contamination of toxics arising from the effluents or waste arising from managing waste to energy plant. Waste to energy പ്ലാന്റുകളിൽ നിന്ന് ഉണ്ടാവുന്ന ടോക്സിക്സ് അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഫുഡ് കണ്ടാമിനേഷൻ. 3 വിഷയങ്ങളാണ് പറഞ്ഞത്. ഒന്ന് എൻവയോൺമെന്റൽ ആസ്പെക്ട്സും ഹെൽത്ത് ആസ്പെക്ട്സും പറഞ്ഞു, പിന്നെ ഫുഡ് ആസ്പെക്ട്സും പറഞ്ഞു, ഫുഡ് കണ്ടാമിനേഷന്റെ ആസ്പെക്ട്സും പറഞ്ഞു. അതെ, ഫുഡ് കണ്ടാമിനേഷന്റെ ആസ്പെക്ട്സ് എനിക്ക് അറിയില്ല, ഞാൻ അത് നോക്കിയിട്ടില്ല. ഹെൽത്തിന്റെ ആസ്പെക്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞ സോ കോൾഡ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഡയോക്സിൻസും ഫ്യൂറൻസും ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഡയോക്സിൻസും ഫ്യൂറൻസും ആണ് ഇന്ന് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അത് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ നമുക്കുണ്ടാവുന്ന ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആസ്പെക്ട്സും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഫൈൻ. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇതിപ്പോ ആദ്യത്തെ ഒരു എന്താണ് വേസ്റ്റ് ടു എനർജി എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് മാത്രമായിട്ടുള്ള ഒരു വെബിനാർ ആയിരുന്നു. നമുക്ക് കൂടുതലായിട്ട് വേസ്റ്റ് ടു എനർജി പ്ലാന്റുകൾ എങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഭക്ഷ്യ മേഖലയെ എങ്ങനെ ബാധിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഇതിന്റെ ഒരു എക്സ്പേർട്സിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വെബിനാർസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു വെബിനാറുകൾ ഈ വിഷയങ്ങളെ എല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ മനസ്സിലാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ പറ്റുന്ന രീതിയിലുള്ള വെബിനാറുകൾ, കൂടുതൽ വെബിനാറുകൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ തന്നെ ചെയ്യുന്നതാണ്. ഉമൻ സർ പ്ലീസ്. നമുക്ക് ഈ ഇതില് വേസ്റ്റ് ടു എനർജി പ്ലാന്റിനെതിരായിട്ട് നമുക്കൊരു ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ പാംഫ്ലെറ്റുകൾ ഉണ്ടാക്കിയിട്ട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള സംഘടനകൾക്ക് നമുക്ക് ഇത് അയച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പം ഓൾറെഡി നമ്മൾ ഈ സ്റ്റഡി നടത്തി കഴിഞ്ഞു. ഇതിന്റെ ഹെൽത്ത് ആസ്പെക്ട് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ചെറിയ പാംഫ്ലെറ്റുകൾ ഉണ്ടാക്കി ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഈ വരാൻ പോകുന്ന ജില്ലകളിലുള്ള ഇതിന്റെ ഒരു 2 പേജ് ഓർ 4 പേജിന്റെ ഒരെണ്ണം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉണ്ടാക്കി അയച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ? തീർച്ചയായിട്ടും സർ. സീറോ വേസ്റ്റ് ടീം അതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഡെഫിനറ്റ്ലി എന്തായാലും നമ്മളത് ചെയ്യുന്നുണ്ട്. നമ്മൾ ആക്ച്വലി അതിന് വേണ്ടിയിട്ട് ഒരു എഡ്യൂക്കേഷൻ മെറ്റീരിയൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന നമ്മളുടെ വെബിനാറിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും അതേപോലെ തന്നെ എല്ലാ ജില്ലകളിലെ HIമാരെയും കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും. വി വിൽ ഡു ദാറ്റ്. അപ്പൊ താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു സമയം ആയിട്ടുണ്ട്. ഇനി വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വെബിനാർ ഇവിടെ അവസാനിപ്പിക്കാം. ഇത്ര നേരം നമ്മൾ പറയൂ പ്ലീസ്. അതായത് ഇപ്പോൾ അടുത്തൊരു വെബിനാറിന് ഒരു ടോപ്പിക് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പം മൊത്തത്തില് വേസ്റ്റ് എനർജി മാത്രമല്ല, വേസ്റ്റ് മാനേജ്മെന്റ് മാത്രമായിട്ട് തീർച്ചയായിട്ടും ഡെഫിനിഷന് ശേഷം ഇതൊരു നീണ്ട വെബിനാർ സീരീസ് ആണ്. ഞാൻ വേണമെങ്കിൽ അതിനെ കുറിച്ച് ഒരു ആമുഖം തരാം. അതായത് നമ്മള്
വേസ്റ്റ്, പ്ലാസ്റ്റിക്സ്, ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്സ്, ഇതിന്റെ റീസൈക്ലിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു വെബിനാറുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും വളരെ നന്ദി. ഈ ഒരു സജഷനും നന്ദി ജിക്ക്. എല്ലാവർക്കും വളരെയധികം നന്ദി. അതുൽ, താങ്ക് യു സോ മച്ച്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അടുത്തൊരു വെബിനാറുമായിട്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.